ഈ കുൽഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തത് 3 ദിവസം സ്റ്റോർ ചെയ്ത് വെച്ച പാടയാണ്. അതിടാം. പിന്നെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് ഇടേണ്ടത്. അത് കഴിഞ്ഞാൽ ഈ മിക്സ്ചർ നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഒരു സ്മൂത്ത് ബാറ്റർ ആക്കണം. നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യൂ അല്ലെങ്കിൽ വേറെ ഏത് നട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ഇടാം. നമ്മളിത് ഫ്രീസറിൽ വെക്കാൻ പോണ പാത്രത്തിൽ വേണമെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മിക്സ്ചർ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേൽഭാഗം കുറച്ച് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ഐസ് പിടിക്കാണ്ടിരിക്കാനാണ്. കവർ ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. നമ്മളുടെ കുൽഫി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ സമ്മർ സ്പെഷ്യൽ കുൽഫി റെഡി ആയിട്ടുള്ളത്. അടിപൊളി കുൽഫി. സൂപ്പർ.